നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഹൂദികൾ ഉപദ്രവിച്ചു. പലതവണകളായി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു യഹൂദികൾ. അദ്ദേഹത്തിന്റെ അടുക്കൽ യഹൂദികൾ പ്രവേശിച്ചുകൊണ്ട് പറയുമായിരുന്നു, കമാ ജാ ഫീ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറയും, അസ്സാമു അലൈക്, സാം എന്ന് പറഞ്ഞാൽ മരണമാണ്, നിന്റെ മേൽ മരണമുണ്ടാകട്ടെ, നീ മരിക്കട്ടെ എന്ന് ആശംസിക്കുമായിരുന്നു. അപ്രകാരം വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാർ. എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനമായി കൊണ്ട് ഒരു ജൂത പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം പുരട്ടിയ മാംസം ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. ആദ്യമായി കൊണ്ട് ഒരാടിനെ അറുക്കുകയാണ് പെണ്ണ്, ജൂത പെണ്ണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ചെന്നു. എന്നിട്ട് അവൾ അന്വേഷിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാംസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണ്. അങ്ങനെ ആ വിവരം ആ മാംസത്തിൽ വിഷം പുരട്ടുകയാണ്. കയ്യിന്റെ ഭാഗമാണ്, അതിൽ വിഷം പുരട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി കൊണ്ട് അവിടെ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ച അദ്ദേഹത്തിനോട് അങ്ങേയറ്റം ശത്രുത കാണിച്ചൊരു വിഭാഗമാണ് യഹൂദികൾ. അപ്പോൾ അല്ലാഹുവിന്റെ നബിമാര് പോലും അവരുടെ ആക്രമണത്തിൽ നിന്ന്, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതരായിട്ടില്ല എങ്കിൽ മുസ്ലിമീങ്ങളായ നാം എങ്ങനെയാണ് അവരുടെ അക്രമങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക?